എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അർബനിസം എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. അർബനിസം എന്ന് പറയുന്ന യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ അർബനിസത്തെ കുറിച്ച് പറയാം. അർബനിസം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം, അതിനെ തന്നെ നാഗരികത എന്നും ചിലയിടത്ത് പറയും. ഈ നാഗരികത എന്ന് പറയുമ്പോൾ സിവിലൈസേഷൻ എന്നൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അതും ഇതുമായിട്ട് കൺഫ്യൂഷനായി പോകരുത്. അർബനിസത്തിന് നാഗരികത എന്ന് പറയുന്നത് നമുക്ക് നഗരവൽക്കരണം എന്നും പറയാം. ഈ അർബനിസം എന്ന് പറഞ്ഞാലും ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അർബനിസം എന്ന് പറയുന്നത്. അതായത് ഇതിനെ തന്നെ ആധുനിക ലോകത്തിൻ്റെ ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ് ഓഫ് മോഡേൺ വേൾഡ്, ആധുനിക ലോകത്തിൻ്റെ ഹൃദയമിടിപ്പായിട്ടാണ് അർബനിസത്തിന് അല്ലെങ്കിൽ നാഗരികതനെ, നഗരവൽക്കരണത്തിനെ പറയുന്നത്. അർബനിസം എന്നാൽ നഗരങ്ങളുടെ മാറ്റത്തെയും വളർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് റൂറൽ ആയിട്ടിരുന്ന ഏരിയാസ് അത് പെട്ടെന്ന് വെൽത്തി ആയിട്ടുള്ള നഗരങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അർബനിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, തിരക്കേറിയ തെരുവുകൾ, വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഒരു നഗരത്തിൽ വളരുന്നതിനെയാണ് നമുക്ക് അർബനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നഗരങ്ങളിൽ യാത്രാമാർഗങ്ങൾ ഉണ്ടാവുന്നു, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഗതാഗതം, സാങ്കേതിക വിനിമയ മേഖല, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ മറ്റ് സയൻറ്റിഫിക് രീതികൾ, ടെക്നോളജിക്കൽ മാറ്റങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടുതൽ വേഗത്തിലായിരിക്കും. സ്പീഡായിട്ടുള്ളൊരു ലൈഫാണ് അർബനിസം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സാങ്കേതിക വിനിമയ രംഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഭരണത്തിൻ്റെ സ്ഥിര കേന്ദ്രങ്ങളാകുന്നു പലപ്പോഴും ഈ അർബൻ നഗരങ്ങൾ, സിറ്റീസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പവർ വെസ്റ്റഡ് ഇൻ സിറ്റീസ്, ഈ നഗരങ്ങളിലായിരിക്കും എപ്പോഴും അധികാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അധികാരം കൈയടക്കി വെക്കുന്നത് ഈ നഗരങ്ങളിലുള്ളവരായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ആധുനികമായിട്ട് അർബനിസം എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ മാറ്റത്തെയും വളർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, തിരക്കേറിയ തെരുവുകൾ, വൈവിധ്യമായ സംസ്കാരങ്ങൾ എന്നിവയിലൂടെ ഒരു നഗരം വളരുന്നതിനെ നമുക്ക് നാഗരികത എന്ന് പറയാം. ഓക്കെ, അതാണ് നാഗരികത. ഈ നാഗരികതയെ കുറിച്ച് പറയുമ്പോൾ, അർബനിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ടേമാണ് സബ് അർബനിസം. എന്താണ് സബ് അർബനിസം? അർബനിസം വഴിയാണ് ഈ നഗരവൽക്കരണം വഴി രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സബ് അർബനിസം എന്ന് പറയുന്നത്. അർബനിസം വഴി സബ് അർബനിസം സംഭവിക്കാം. അതായത് നഗരങ്ങളിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്ന സമയത്ത് നഗരങ്ങൾക്കത് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ ഈ നഗരങ്ങളുടെ തൊട്ടടുത്തുള്ള റൂറൽ പ്രദേശങ്ങളൊക്കെ പതുക്കെ ആൾക്കാർ കയ്യേറുകയും ആൾക്കാരുടെ അധിനിവേശം അവിടെയൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു അർബൻ നഗരങ്ങളുടെ തൊട്ടടുത്തുണ്ടാകുന്ന ടൗണുകളെയൊക്കെ നമുക്ക് സബ് അർബനിസം എന്ന് പറയാം. അപ്പോൾ നഗരങ്ങളിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ സബ് അർബനിസം ഉണ്ടാകുന്നു. നഗരങ്ങളുടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ നഗരങ്ങളുടേതായ രീതിയിലേക്ക് വരുന്ന സ്ഥിതിയാണ് നമുക്ക് സബ് അർബനിസം എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നഗരങ്ങളിൽ ആൾക്കാർ ഇത് കൂടുമ്പോൾ അതിന് ചുറ്റുഭാഗമുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ നഗരങ്ങളുടെ സ്വഭാവം കാണിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടൊക്കെ കുടിയേറുന്ന രീതിയെ നമുക്ക് സബ് അർബനിസം എന്ന് പറയാം. ഈ സബ് അർബനിസം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് കാർഷികേതര പ്രവൃത്തിക്കായിട്ട് പ്രദേശം കൂടുതൽ ഉപയോഗിക്കാം. ഈ ഗ്രാമങ്ങളിലെ പ്രത്യേകത കൂടുതലും കാർഷിക രീതിയായിരിക്കും ഉണ്ടാവുക, അല്ലെ, കാർഷിക വ്യവസ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് മാറിയിട്ട് ആ ഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരു സബ് അർബനിസത്തിന്റെ തുടക്കമാണ്. രണ്ടാമത്തെ ഫീച്ചർ പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഒരു ഗ്രാമപ്രദേശത്തിന് ഉണ്ടായിരുന്നതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് സബ് അർബനിസത്തിന്റെ തുടക്കമാണ്. മൂന്നാമത്തെ പോയിന്റ്, ടൗണും ചുറ്റുമുള്ള പ്രദേശം
ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ വിനിമയം കരുത്തുള്ളതാവുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാങ്കേതിക രീതിയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സബ് അർബനിസത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സബ് അർബനിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഈ അർബനിസം എന്നത് നമ്മൾ പറഞ്ഞു നാഗരികത എന്നൊരു നഗരവൽക്കരണ നാഗരികത എന്ന് പറഞ്ഞല്ലേ, ഇതിന് പ്രാചീന കാലത്തോളം പഴക്കമുള്ളൊരു ടേമാണ് അർബനിസം എന്ന് പറയുന്നത്. പ്രാചീന അർബൻ നഗരങ്ങളാണ് മെസപ്പൊട്ടാമിയ, ഈജിപ്തില്, അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിൽ അർബൻ സെന്റേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പാടലിപുത്ര, അതുപോലെ തന്നെ തക്ഷില തുടങ്ങിയ ആ ഒരു ഇൻഡസ് വാലിയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ എന്തായിരുന്നു, നഗരങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അർബൻ സെന്റേഴ്സ് പ്രാചീന കാലത്തോളം പഴക്കമുള്ള ഒരു ആശയം തന്നെയാണ്. പിന്നീട് ഒരു മധ്യകാലമായപ്പോൾ യൂറോപ്പിൽ കാര്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരം നഗരങ്ങളിലതൊന്നും കുറഞ്ഞു വന്നു. പിന്നീട് ഈ ഒരു മോഡേൺ വേൾഡ് എത്തിയപ്പോഴാണ് പിന്നെയും നഗരങ്ങളും നഗരവൽക്കരണവും എല്ലാം വരുന്നത്. ഇനി മോഡേൺ വേൾഡില്, മോഡേൺ യൂറോപ്പിൽ നഗരവൽക്കരണത്തിന് അർബനിസത്തിന് തുടക്കം കുറിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലേ. അർബനിസം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അർബനിസമാണ് ഫാക്ടറി വൽക്കരണത്തിന്, ഫാക്ടറി സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. നഗരജീവിതം, ബിസിനസ് കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്, അങ്ങനെ ഉള്ള മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ നഗരവൽക്കരണത്തിലൂടെയാണ്. അതിന് പുറമെ തന്നെ മനുഷ്യനെ ക്ലാസ് എന്ന രീതിയിലേക്ക് തരംതിരിക്കുന്നതും, വർക്കിംഗ് ക്ലാസ്, ദൂഷ ക്ലാസ്, അങ്ങനെ ക്ലാസ് എന്ന രീതിയിലേക്ക് മനുഷ്യരെ തരംതിരിക്കുന്നതും ഈ അർബനിസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി അർബനിസം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അർബനിസം വഴിയുള്ള ആളുകളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അർബനിസം വഴി ആളുകളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു നോക്കാം. 1800-1850 കാലഘട്ടങ്ങളിലാണ് ഈ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത്, നഗരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റീം എഞ്ചിന്റെ വരവൊക്കെ വന്നോട് കൂടിയിട്ട് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായി. യാത്രാ സൗകര്യം, അതുപോലെ തന്നെ വിനിമയ ടെലഫോൺ, ടെലഗ്രാഫ്, അങ്ങനത്തെ വിനിമയ രംഗങ്ങളൊക്കെ സാങ്കേതിക വിദ്യക്ക് ഒരുപാട് ഉയർന്നു വരുന്ന സ്ഥിതി യൂറോപ്പിലുണ്ട്. യൂറോപ്പ് പെട്ടെന്ന് തന്നെ ഒരു സയന്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കൂടെ നടത്തിയൊരു കോണ്ടിനെന്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് മാഞ്ചസ്റ്റർ, വിയന്ന, ലണ്ടൻ തുടങ്ങിയവയ്ക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ നഗരങ്ങളിൽ ആ സമയത്ത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനസംഖ്യ വല്ലാതെ കൂടാൻ തുടങ്ങി. ജനസംഖ്യയുടെ അമിതമായിട്ടുള്ള ജനസംഖ്യ പെരുപ്പം ഭയങ്കര രൂക്ഷമായിട്ട് ഈ നഗരങ്ങളെ ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന സർക്കാരുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് മൈഗ്രേഷന്, മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കാരണം പരിധിയിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായപ്പോൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നതിന് അനുകൂലിക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതം, പുവർ ക്ലാസിന്റെ സ്ഥിതി വളരെ മോശമാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അവരുടെ ഇടയിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു നഗരം ഉണ്ടായി വരുമ്പോൾ ആ നഗരത്തിന്റെ പുറകിലുള്ള ഗ്രാമത്തിന്റെ ജീവിതം വളരെ മോശമാവുന്ന സ്ഥിതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ നഗരങ്ങൾ ഉയർന്നു വരുമ്പോൾ നഗരങ്ങളിൽ നിന്നുള്ള വേസ്റ്റ്, പൊല്യൂഷൻ, ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശത്തുള്ള വെള്ളം, വായു തുടങ്ങിയവയൊക്കെ മലിനമാകുന്ന സ്ഥിതി ഉണ്ടായി. അവരുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുകയും ഫാക്ടറികളിൽ നിന്നുണ്ടാവും സ്മോക്ക്, ഫാക്ടറി പുകകൾ കൊണ്ട് ദേഹാസ്വസ്ഥ്യങ്ങളുണ്ട്. അങ്ങനെ പുവർ ജീവിതമായിരുന്നു അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായത്. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ട് എപ്പോഴും തളർച്ചയാണ് ഈ ഒരു അർബനൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു വെൽത്തിയസ്റ്റ് നേഷൻ ആവുന്ന സമയത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി ഓർ ഇമോഷണലി അവർ വളരെ വീക്ക് ആവുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ അർബൻ മിഡിൽ ക്ലാസ്, ഈ അർബൻ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതായത് ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവാം. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മേനെ, ഇവരിൽ നിന്നല്ല ഉള്ള ഒരു മധ്യവിഭാഗത്തെ നമുക്ക് അർബൻ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കാം. അർബൻ ജീവിതം, നഗരജീവിതം ഫോളോ ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് വിഭാഗം, അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരിക്കാം അല്ലേ. ഈ വിഭാഗത്തിന്റെ പ്രത്യേകത, ഈ അർബൻ മിഡിൽ ക്ലാസ് വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്രിയാർക്കൽ സംവിധാനം ഫോളോ ചെയ്യുന്നവരേക്ക് അർബൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് വീട്ടിലെ ആണുങ്ങള്, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ആള് കുടുംബത്തിൽ ഉയർന്ന ആളായിട്ടും അയാൾ ജോലിക്ക് പോകുന്നു. സ്ത്രീകള് ഈ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളവരായിട്ടൊക്കെ കണക്കാക്കുന്നു.
എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബഹുമാനത്തോടു കൂടി, മുതിർന്ന ആളെ നല്ല ബഹുമാനത്തോടു കൂടെ ട്രീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അർബൻ മിഡിൽ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് സിസ്റ്റം, അർബൻ മിഡിൽ ക്ലാസ് സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് അർബൻ വർക്കിംഗ് ക്ലാസിന്റെ ലൈഫ്. ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു. തൊഴിലാളികളെ തന്നെ വിവിധ തൊഴിലാളികളായിട്ട് തിരിക്കുന്നത്, സ്കിൽഡ് ലേബേഴ്സും അൺസ്കിൽഡ് ലേബേഴ്സും. ഈ സ്കിൽഡ് ലേബേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിവൊക്കെ ഉള്ള സ്കിൽഡ് ലേബേഴ്സും, ഇതല്ലാതെ എല്ലാ തൊഴിലുകളും ചെയ്യുന്നവരെ അൺസ്കിൽഡ് ലേബേഴ്സുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ തൊഴിലാളികളുടെ കഴിവ്, കൂലി, അവർ വരുന്ന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുക. സ്കില്ല്, വേജസ്, അവരുടെ വർക്ക് പ്ലേസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ പലതരമായി തരംതിരിക്കുകയും അവരതിനനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് താമസം, വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവയ്ക്ക് വലിയ പ്രശ്നമില്ല. അതേസമയം അൺസ്കിൽഡ് ലേബേഴ്സ്, ഇപ്പോൾ കൃഷിക്കാരൊക്കെ അൺസ്കിൽഡ് ലേബേഴ്സ്, അവരുടെയൊക്കെ ജീവിതം വളരെ മോശമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കിംഗ് ക്ലാസിന്റെ പൊതുവെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിട്ട് അവിടെ എല്ലാവരും കുത്തിത്തിരികെ നിൽക്കുന്ന രീതി. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥിതി. 1-2 വീടുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വെള്ളം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു ജീവിത രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. വർക്കിംഗ് ക്ലാസ്സിന് അത്ര ഒരു നല്ലൊരു സാനിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് സ്ത്രീകളുടെ സ്ഥിതിയും അതേപോലെ തന്നെ മോശമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ അതുവരെ ഈ വീട്ടിലിരുന്ന് തുന്നൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൈത്തറിയിലൂടെ അവർ കുറേ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നു. ഫാക്ടറികളുടെ വരവും ഫാക്ടറി വൽക്കരണവും എല്ലാം കൂടി ആയപ്പോൾ ദേ വർ ഫോഴ്സ് ടു വർക്ക് ഇൻ ഫാക്ടറീസ്. സ്ത്രീകൾ ഫാക്ടറികളിൽ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിർബന്ധിതമായിട്ടും ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ പല രീതിയിലും അവിടെ ഉള്ളവർ ചൂഷണം ചെയ്തിരുന്നു. ഫാക്ടറി ഉടമകൾ പല രീതിയിലും, ഫാക്ടറിയിലുള്ള ആൾക്കാർ പല രീതിയിലും ചൂഷണം ചെയ്തിരുന്നു. ലൈംഗികപരമായിട്ട് വരെ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ചൂഷണം അനുഭവിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ജീവിതം ഇഷ്ടമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ മാനസിക നിലയെല്ലാം വലിയ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ജീവിതം ആയിരുന്നു അർബൻ വർക്കിംഗ് ക്ലാസ്സിനോട് പൊതുവെ ഉണ്ടായിരുന്നത്. ഈ തുടർച്ചയായിട്ടുള്ള ഫാക്ടറി ജീവിതം വഴി അവർക്ക് പല രീതിയിലുള്ള, വർക്കിംഗ് ക്ലാസ്സിന് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. അവരുടെ ആരോഗ്യത്തിന് മോശമായി വന്നു. ഒരേ തൊഴിൽ തന്നെ ഒരുപാട് കാലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പല തേയ്മാനങ്ങളും, ഇപ്പോൾ കൈകൊണ്ടുള്ള ജോലി, ഇങ്ങനെ തിരിക്കുന്ന ജോലി കുറേ കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ല് തേയ്മാനം അവിടെ വരും. അതുപോലെ തന്നെ ഞരമ്പുമായിട്ടും എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇവർക്ക് വരുന്നതായിട്ടും കാണുന്നത്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ജീവിതം ഒരു മിസറബിൾ പുവർ കണ്ടീഷനിലൂടെ തന്നെയാണ് പോയിരുന്നത്. ഇവരുടെ വേജസും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ക്യാപിറ്റൽ കുമിഞ്ഞുകൂടുന്ന സ്വത്ത്, സ്വകാര്യ സ്വത്ത് കുമിഞ്ഞുകൂടുന്ന ഉടമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉടമയ്ക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം പോലും തൊഴിലാളികൾക്ക് തൊഴിൽ എടുക്കുന്നതിൻ്റെ കൂലിയായിട്ട് ലഭിച്ചിരുന്നില്ല എന്നതാണ് അവിടുത്തെ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അർബനിസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതവും എന്ന് പറയുന്നത്. താങ്ക് യു.